സത്യം അറിയാതെ ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മാഷെ. അറിയാതെ പറഞ്ഞു പോയതല്ല, തിരിച്ചെടുക്കണേ എൻ്റെ കൃഷ്ണ. മോനെ പേടിച്ചു പോയി ഞാൻ. 2 ദിവസമായില്ലേ നീ ഇരിപ്പ് തുടങ്ങിയിട്ട്? കണ്ടു നിൽക്കാൻ പറ്റണില്ല കുട്ടിയെ. എത്ര വെച്ചിട്ടാ ഞാനിതൊക്കെ സഹിക്കുക? പറ്റില്ലല്ലോ എനിക്ക് ഒരു കണ്ണിച്ചൂരിലെത്തി ചന്തിക്കിട്ട് 4 പെടവടയ്ക്കൊന്ന് പറയാൻ. എന്റെ വലിയേട്ടനായിപ്പോയില്ലേ? നോക്കേട്ടാ, ഇത്ര കിടന്ന് പടയ്ക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സ് വേദനിച്ചപ്പോ അമ്മ എന്തൊക്കെയോ പറഞ്ഞേ ഉള്ളൂ. ഏട്ടനത് ഇത്ര ആനക്കാരിയൊക്കെ എടുക്കണ്ട. നമ്മുടെ അമ്മയല്ലേ ഏട്ടാ. അമ്മ പറഞ്ഞതിലല്ല കുട്ടിയേട്ടന് സങ്കടം. ഞാൻ കാരണം നിനക്ക് ഈശ്വരൻ തരാൻ നിശ്ചയിച്ച ഒരു ജീവിതം ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ എൻ്റെ ഏട്ടൻ. അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാനിതങ്ങോട്ട് സഹിച്ചോളാം. എന്റെ വിധിയായിട്ട് അങ്ങ് ഏറ്റെടുത്തോളാം. ശപിക്കോ മോളേട്ടനെ? രുക്മാവതി അമ്മേ, ഒന്ന് ഹാപ്പി ആവ് എന്റെ ചക്കര മുത്തേ. ഇല്ല, ഇവിടെ ആർക്കും ഒന്നും പഴിച്ചിട്ടില്ല. ഒക്കെ ശരിയാക്കി എടുക്കാം ഞാൻ. എല്ലാവരും എനിക്കൊരു 24 മണിക്കൂർ സമയം താ. ഇരിക്കാൻ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ. ക്ഷമിക്കുക, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നും തെറ്റല്ലേ പറ്റിയിട്ടുള്ളൂ ഇയാൾക്ക്. ആട്ടെ, എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പെങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി ഇല്ലേ? ക്ഷമിക്കണം ശങ്കരൻകുട്ടി മാഷ്. മൂർഖൻ പാമ്പുകൾക്ക് ക്ഷമാശീലില്ല. വേദനിപ്പിച്ചാൽ അത് കൊത്തും. പണ്ട് രാജിക്കത്തും വലിച്ചെറിഞ്ഞിറങ്ങി പോകുമ്പോ ഇയാൾ എന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയല്ലേ, മൂർഖന്. അഹങ്കാരാവാം, പക്ഷെ അത് ഭൂമിയിൽ കാലുകുത്തി നിന്നിട്ടാവണം, ആകാശം ഭേദിച്ചിട്ടാവരുത്. ഒന്നും അഹങ്കാരം കൊണ്ടായിരുന്നില്ല മാഷെ, ഒന്നും. പിന്നെ എന്തത്? എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. പരമേശ്വരൻ ഒന്നും പറഞ്ഞില്ല. വേണച്ച പിടിച്ചോളാം ഈ കാലും. എന്താ മാഷേ ഇത്?
എൻ്റെ പെങ്ങളുടെ ജീവിതം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഈ മാതിരി വെട്ടിത്താ പറയാ? ഒന്നുമില്ലെങ്കിൽ 4 അക്ഷരം പറഞ്ഞു തന്ന എൻ്റെ ഗുരുസ്ഥാനം ഇപ്പോഴും കൊണ്ടു നടക്കണ്ട എൻ്റെ മനസ്സിൽ. അത് വിട്ടിട്ടുള്ള കളിയില്ല പരമേശ്വരന്. എന്താ വേണ്ടത്? എൻ്റെ ഷാരടി മാഷ്ക്ക് എന്താ വേണ്ടത്? ചോദിക്കേണ്ട താമസേ ഉള്ളൂ. പരമേശ്വരൻ റെഡി. എപ്പോഴാ എവിടെ വെച്ച് അവളുടെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടേണ്ടത്? പറയാ എൻ്റെ മാഷ്. വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ നാളെ തന്നെ കാറൽ മണ്ണാക്കി അയക്കാം. അവരൊക്കെ ചേർന്നെടുക്കട്ടെ തീരുമാനങ്ങളൊക്കെ. എന്താ പരമേശ്വര? ഒക്കെ മാഷിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ.